കേരളക്കരയിൽ ഇന്ന് വരെ കടന്നുപോയ രാഷ്ട്രീയ നേതാക്കന്മാരിൽ പകരം വെക്കാനില്ലാത്ത, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു നേതാവായി മഹാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചരിത്രത്തിൽ കുറിക്കപ്പെടും, രേഖപ്പെടുത്തപ്പെടും. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ പറഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചു പകരം വെക്കാൻ ഇനി ആരാണ്? പുഴയ്ക്കും മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങള് അവരുടെ വഫാത്തിന്റെ ശേഷം നമ്മൾ വിചാരിച്ചു ഇനി ആരാണ്? പുഴയ്ക്കും മഹാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങള്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചരിത്രത്തിൽ പകരക്കാരനില്ലാത്തൊരു നേതാവായി കുറിക്കപ്പെടുമെന്ന് പറയുമ്പോ അത് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളെ കൊച്ചാക്കലാണെന്ന് വിചാരിക്കണ്ട. അങ്ങനല്ല. ഉമർ തങ്ങളാണ് സിദ്ദീഖ് തങ്ങളെക്കാൾ ഭരണ മികവുണ്ടായത്, ഭരണ പാടവമുണ്ടായത് എന്ന് പറഞ്ഞാൽ സിദ്ദീഖ് തങ്ങളെ കൊച്ചാക്കലല്ല. അതാരങ്ങനെ കൊച്ചാക്കലെന്ന് പറഞ്ഞു? അങ്ങനെയൊക്കെ ചില ആളുകൾ എഴുതി വെക്കുന്നുണ്ട് ഫേസ്ബുക്കില്. അങ്ങനെയൊക്കെ ചില ആളുകൾ എഴുതി വെക്കുന്നുണ്ട്. ചില വിഷയങ്ങളിൽ ഇവരായിരിക്കും മികച്ചവർ, ചില വിഷയങ്ങളിൽ അവരായിരിക്കും മികച്ചവർ. സിദ്ദീഖ് തങ്ങളെക്കാൾ മികവ് ചില വിഷയങ്ങളിൽ ഉമർ തങ്ങൾക്കുണ്ട്, ഇല്ലെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഈമാൻ കൊണ്ട് സിദ്ദീഖ് തങ്ങളെ പകരം വെക്കാൻ ആർക്കും കഴിയില്ല ലോകത്ത്. പ്രിയപ്പെട്ടവരെ, ഉമർ തങ്ങൾ ഉഷാറാണെന്ന് പറഞ്ഞാൽ സിദ്ദീഖ് തങ്ങൾ മോശക്കാരനാണെന്നല്ല. ഉസ്മാൻ തങ്ങൾ ഉഷാറാണെന്ന് പറഞ്ഞാൽ ഉമർ തങ്ങൾ മോശക്കാരനാണെന്നല്ല. അങ്ങനെ ഒരു ചിത്രീകരണമോ അങ്ങനെ ഒരു ആശയമോ എഴുതാപ്പുറം വായിക്കുകയോ എഴുതുകയോ ചെയ്യരുത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ, അദ്ദേഹം ഏറ്റെടുത്തതിന്റെ ശേഷമുണ്ടായ ചില രാഷ്ട്രീയ നിലപാടുകൾ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ എടുത്ത തീരുമാനങ്ങളെല്ലാം ഒന്നിന് പിറകെ ഒന്നായി മെച്ചപ്പെട്ട തീരുമാനങ്ങളായിരുന്നു. എല്ലാവരും കൂട്ടമായി കൈയടിച്ച മനോഹരമായ തീരുമാനങ്ങളായിരുന്നു. ഒന്നുപോലും തിരുത്തേണ്ടി വന്നിട്ടില്ല, മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. കാരണം ചെറുപ്പം മുതലേ രാഷ്ട്രീയമായി പ്രവർത്തിച്ച്, സംഘടനയിൽ പ്രവർത്തിച്ച്, അനുഭവത്തിന്റെ വെളിച്ചത്തിലൂടെ വളർന്നു വന്നവരാൾ. ഇത്രകാലമാണ് SKSSF എന്ന് പറയുന്ന നമ്മുടെ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. യൂത്ത് ലീഗിലൂടെ കടന്നു വന്നു. SKSSF എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ അമരത്ത് നിന്നു. എന്നിട്ട് SKSSF എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അതിനൊരു പേര് നൽകിയത്, അതിനൊരു സൽപ്പേര് നൽകിയത്, SKSSF എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് ഈ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ചെറുപ്പക്കാരന്റെ ആവേശമുണ്ടാക്കിയത് മഹാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ആർക്കാണത് നിഷേധിക്കാൻ കഴിയുക? കുറ്റിപ്പുറം സമ്മേളനമൊക്കെ ആർക്കാണ് പ്രിയപ്പെട്ടവരെ മറക്കാൻ കഴിയുക? അതുകൊണ്ട് ചരിത്രത്തിൽ പകരം വെക്കാനില്ലാത്ത ഒരു മഹാനായ നേതാവായി മഹാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. നിങ്ങൾ എഴുതി വെച്ചോളൂ. രാഷ്ട്രീയ